പ്രൈസ് ദി ലോർഡ്. ഏകസത്യദൈവമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളെ ശ്രേവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വന്ദനം അറിയിച്ചുകൊണ്ട് JCNDSDയുടെ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക് നടന്നു വരുന്ന ലൈവ് പ്രോഗ്രാമുകളുടെ ഭാഗമായി ഇന്ന് ഒരു പുതിയ വിഷയം ചർച്ച ചെയ്യുവാനായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ വീഡിയോകൾ കണ്ടും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും തുടർന്നും നിങ്ങൾ അത് ചെയ്ത് സത്യസുവിശേഷത്തിന്റെ പ്രഘോഷണത്തിൽ നിങ്ങളും പങ്കാളികളാകണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഗോസ്പൽ TV UP അപ്ലോഡ് ചെയ്ത ഷാജി ജോസഫ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററുമായിട്ട് നടന്ന ഒരു ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ ആസ്പദമാക്കിയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അന്ത്യകാലത്ത് നമുക്കറിയാം, ബൈബിൾ പറയുന്നത് അന്ത്യകാലത്ത് ഈ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ആ പെരുക്കുന്നത് ഒന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെരുക്കുന്നതല്ല. വിപരീത ഉപദേശങ്ങൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ എഴുന്നേൽക്കുമെന്ന് നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരാൽ സംസാരിക്കപ്പെട്ടതും കൈയെഴുത്തുകളായി എഴുതി പൂർത്തീകരിച്ചതുമായ ആ വേദഗ്രന്ഥത്തിന്റെ 20 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നമുക്കറിയാം, ഏറ്റവും അധികം ദുരുപദേശങ്ങൾ ബൈബിളിനെ ആസ്പദമാക്കി ഉണ്ടായിട്ട് ഒരു 200 വർഷങ്ങളിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. അത് സെവന്ത് ഡേ ആണെങ്കിലും സൽവേഷൻ ആർമി ആണെങ്കിലും അതുപോലെ പിന്നെ നമ്മുടെ യഹോവയുടെ സാക്ഷികളാണെങ്കിലും പിന്നീട് വന്നിരിക്കുന്ന എല്ലാ മത ഉപദേശങ്ങളുടെയും ഒരു പഴക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേവലം ഒരു 150-170 സംവത്സരങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ ധാരാളം വിപരീത ഉപദേശങ്ങൾ ഇന്ന് പ്രസ്താവിക്കപ്പെട്ട് കാണുന്നുണ്ട്. ദൈവത്തിന്റെ ഏകത്വ സ്വഭാവത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവം ഏകനായിരിക്കുന്നു എന്നുള്ള ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശത്തെ സംബന്ധിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ഉളവായ ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിയേകത്വം എന്ന ഉപദേശത്തെ നമുക്കറിയാം, മെഡീവിയൽ പീരീഡിലും മധ്യ കാലഘട്ടങ്ങളിലും ഒന്നും ഒരു ഉപദേശവും പ്രാബല്യത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് പിന്നീട് ഉപദേശങ്ങൾ പൊതുവിൽ ജനങ്ങൾ ബൈബിൾ വായിച്ചു തുടങ്ങി ഉപദേശ സിദ്ധാന്തങ്ങൾ ആയി തുടങ്ങിയ ഒരു 100-200 വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം ത്രിയേകനാണെന്നും അങ്ങനെയുള്ള ത്രിയേക ദൈവം ആളത്തങ്ങളിൽ മൂവരായിരിക്കുന്നുവെങ്കിലും സാരാംശത്തിൽ ഒന്നാണെന്നും ആ 3 ദൈവങ്ങളും ചേർന്ന ഒരു ദൈവമാണ് ബൈബിൾ പറയുന്ന ഏക ദൈവമെന്നും ആ ദൈവം അനാദി മുതൽ അല്ലെങ്കിൽ ആദി മുതൽ അന്ത്യം വരെയും അല്ലെങ്കിൽ പൂർവ്വ നിത്യത മുതൽ അനന്ത നിത്യത വരെയും 3 വ്യക്തികളായി തുടരുകയും അതേസമയം അവർ സാരാംശത്തിൽ ഒന്നായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ അധികമായി കേട്ടിട്ടുള്ള ട്രിനിറ്റിയുടെ ഉപദേശം. എന്നാൽ ഇന്ന് ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് അല്പം ഒരു വീഡിയോ പ്രസന്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കണം. ആ വീഡിയോയിൽ ദൈവം ഏകനാണ്, പക്ഷേ ദൈവം ക്രിസ്തുവിൽ 3 വ്യക്തിയായി അല്ലെങ്കിൽ 3 തരത്തിൽ ട്രിനിറ്റിയായി വെളിപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശത്തിന്റെ സാരാംശം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, അന്ത്യകാലത്ത് ഉപദേഷ്ടാക്കന്മാര് പെരുകും. സത്യമേത് എന്ന് മനുഷ്യൻ തിരുവെഴുത്തുകൾ നോക്കി കണ്ടുപിടിക്കാത്തടത്തോളം കാലം ഇത്തരം ഉപദേശങ്ങൾ പെട്ടുപോകുന്ന ഒരു വ്യാജത്തിന്റെ ആത്മാവ് സമൂഹം ആസകലം വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ സത്യത്തെ തേടി കണ്ടെത്താത്ത ആളുകളെ അസത്യത്തിൽ രസിക്കുന്ന ഒരാത്മാവ്, അനീതിയിൽ രസിക്കുന്ന ഒരാത്മാവ് അവർക്ക് ലഭിക്കേണ്ടുന്നതിന് ദൈവം തന്നെ അങ്ങനെ ഒരു ആത്മാവിനെ ഇത്തരം ആളുകൾക്ക് അയക്കുമെന്നാണ്. അപ്പൊ എങ്ങനെയുള്ളവർക്കാണ് സത്യത്തെ അന്വേഷിക്കാതെ, സത്യത്തെ തിരയാതെ അനീതിയിൽ രസിക്കുന്നവർക്ക്, നേരില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവരെ
അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുടുക്കി കൊണ്ടുപോകുന്ന ഒരു ആത്മാവിനെ ദൈവം തന്നെ അയക്കുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇത്തരം ഉപദേഷ്ടാക്കന്മാരുടെ കാലമാണ്. കഴിഞ്ഞ ശനിയാഴ്ചയിൽ നമ്മൾ സംസാരിച്ചതുപോലെ ബൈബിളിന്റെ മൊത്തത്തിലുള്ള ഒരു കണക്കെടുക്കാതെ അല്ലെങ്കിൽ ആകെസംഖ്യ എടുക്കാതെ ഇവിടുന്ന് ഉപദേശം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും വലിയ ചാകരക്കാലം വന്നിരിക്കുക. കാരണം ബൈബിൾ ആരും തുറന്ന് പരിശോധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സഭയിൽ പോയി അവർ പ്രസംഗിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ ഒഴികെ വ്യക്തിപരമായി ബൈബിളിനെ പരിശോധിച്ചിട്ട് ബൈബിളിൽ ദൈവം ഏകനായിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നൂറുകണക്കിന് തെളിവുകൾ ബൈബിളിൽ കാണാമെന്നിരിക്കെ ഉപദേഷ്ടാക്കന്മാരുടെ വായിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ മാത്രം പിൻപറ്റി പോകുന്ന ഒരു വലിയ തലമുറ എഴുന്നേറ്റിട്ടുണ്ട്. അവര് വിവിധങ്ങളായി ജ്ഞാനം സമ്പാദിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്ന യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അപ്പം ദൈവത്തെ ഒരു ഭക്തനായിരിക്കുക അല്ലെ ഭക്തിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ് ശരിയായ ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ നമുക്കൊരു ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഒരു വീഡിയോയുടെ ക്ലിപ്പിംഗ് പ്രസന്റ് ചെയ്യുകയാണ്. ഇന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതിന് കർത്താവിന്റെ ദാസൻ വിൽസൺ ബ്രദർ ഉണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം കൊച്ചിയിൽ നിന്നും പാസ്റ്റർ ജോയ് കെ ജോസഫും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിലെ തുടർന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കഴിഞ്ഞ സന്ദേശം. അതിന്റെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പോൾ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകും. എതിർക്കാനുള്ള ഒരു കൂട്ടർ എപ്പോഴും ഉണ്ടാകും. അവരുടെ പേര് കള എന്നാണ് മത്തായി 13 രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അറിവില്ലാത്ത സഹോദരങ്ങൾ എതിർക്കും. അവരവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. അത് അന്ത്യത്തോളം ഉണ്ടാകും. എന്നാൽ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണം കിട്ടാനോ നിങ്ങളെ എന്റെ കൂടെ ചേർക്കാനോ ഒന്നുമല്ല. നിങ്ങളെ സ്വർഗീയ കുടുംബത്തിൽ ക്രിസ്തുവിലൂടെ ചേർക്കുവാനാണ് ഈ സന്ദേശങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഫലമുള്ളതായി തീരുവാനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ഫലം? പ്രിയ സഹോദരങ്ങളെ, ഫലം എന്ന് പറയുന്നത്, ദൈവപുത്രന്മാരുടെ ഫലം എന്ന് പറയുന്നത്, ദൈവം അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് താൻ മാത്രം അമർത്യതയുള്ളവൻ, ദ ഓൺലി പൊട്ടന്റേറ്റ്, ധന്യനായ ഏകാധിപതി, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ നമ്മിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടും. അതാണ് ഫലം. അങ്ങനെ വെളിപ്പെടണമെങ്കിൽ നാം പ്രവർത്തിച്ചേ പറ്റൂ. ദൈവം നമ്മുടെ ജഡത്തിലൂടെ വെളിപ്പെടും. നിങ്ങൾ ആരും ചോദിക്കും, ഇങ്ങനെയൊക്കെ വെളിപ്പെട്ടവരുണ്ടോ? പിന്നെ യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മളുടെ റോൾ മോഡൽ. I used to pay Midjourney monthly. Now I use this AI for a one-time cost and unlimited designs forever. Here's how. Let's say you want to create a coloring book. All you do is type your idea, like, I want a coloring book of cute animals. And just like that, the pages are done for you. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ ദൈവം ഈ ലോകത്ത് വെളിപ്പെട്ടു. ദൈവത്തിന് വചനം പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഏത് ദൈവത്തെ? അത്യുന്നതനായ ദൈവത്തെ, താൻ മാത്രം അമർത്യതയുള്ള ദൈവത്തെ, മനുഷ്യരാരും കാണാത്ത ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ കണ്ടു എന്ന് പറയുന്നതൊക്കെ ഈ ദൈവത്തിന്റെ തേജസ് കണ്ടെന്ന ഈ പറയണം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ തന്റെ മാറിലിരിക്കുന്ന പുത്രൻ, മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്, മടിയിൽ നിന്നാണ്, മടിയിൽ നിന്നല്ല, ബോസ് എന്നാണ്. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ആ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. കണ്ടോ? ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാണ് ദൈവപുത്രന്മാർ. അതിന്റെ റോൾ മോഡലാണ്, ഫസ്റ്റ് സാമ്പിൾ പ്രൊഡക്റ്റ് ആണ് ക്രിസ്തേശു. ഹല്ലേലൂയ. ദൈവത്തെ ജഡത്തിൽ വെളിപ്പെടുത്തും. അതിന് അതിന്റെ ബൈബിളിട്ടിരിക്കുന്ന പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം മനുഷ്യരോട് കൂടെ. പക്ഷെ ആ ഇമ്മാനുവേൽ നടക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ടെക്നോളജി വേണ്ടേ, ഒരു സ്പിരിച്വൽ ടെക്നോളജി വേണ്ടേ? ആ ടെക്നോളജിയുടെ പേരാണ് ഈ ത്രിയേകത എന്ന് പറയുന്നത്.
എന്നാൽ ബൈബിളിൽ ത്രിയേകത എന്നൊരു വേർഡില്ല. അതിന് പകരം ബൈബിൾ ഉപയോഗിക്കുന്ന വേർഡാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. നിയമം ഉപയോഗിക്കുമ്പോഴാണ് കാര്യം നടക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ തുടക്കം 3 സന്ദേശങ്ങളിൽ ഞാൻ പല നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആ നിയമങ്ങളിൽ ഒന്നാണ് ലോ ഓഫ് ഫ്രിക്ഷൻ. വണ്ടി നമ്മൾ KSRTC കുറിച്ച്, ബസ്സിനെ കുറിച്ച് നമുക്ക് കേട്ടു. അതിന്റെ ടയർ റോഡിൽ ഇങ്ങനെ കറങ്ങുമ്പോ വളരെ വിചിത്രമായ ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അത്യാവശ്യം ബൈബിളിനെ കുറിച്ച് ABCD അറിയാവുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം വളരെ രസകരമായ അല്ലെങ്കിൽ കോമഡി ആയി തോന്നുന്ന പ്രസന്റേഷനാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പോ ഇവിടെ ഞാൻ ഇതിലേക്ക് വരുമ്പോ ചോദ്യം ആയിട്ട് ഞാൻ ഉന്നയിക്കാൻ പോകുന്നൊരു കാര്യം പാസ്റ്റർ ജോയി ജോസഫിനോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പാസ്റ്റർ ഏതാണ്ട് 42 വർഷമായി സുവിശേഷ പ്രഘോഷണ മേഖലയിലുണ്ട്. പാസ്റ്റർ ജീവിതത്തിൽ എന്നെങ്കിലും യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം, അദൃശ്യനായ ദൈവം മനുഷ്യരിലൂടെ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ മനുഷ്യരിലൂടെ മാനിഫെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മനുഷ്യരിലൂടെ ദൃഷ്ടാന്തമായി കാണാൻ കഴിയുന്ന വിധത്തിൽ വെളിപ്പെടും എന്നൊരു ഉപദേശം കേൾക്കുകയോ അല്ലെങ്കിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് നമ്മിൽ ദൈവം ത്രിയേകനായി വെളിപ്പെടും, അല്ലെങ്കിൽ നമ്മിലാണ് മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അദൃശ്യനായ, ആരും കാണാൻ കഴിയാത്തതായ ആ തേജോമയനായ ദൈവം നമ്മിൽ വെളിപ്പെടും എന്ന് ഒരു ഉപദേശം പാസ്റ്റർക്ക് കേൾക്കാനോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? ഇത് പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അറിവാണോ, അതോ ഇത് ബൈബിളിന്റെ മൊത്തത്തിലുള്ള എന്താ പറയാ വെളിപ്പാടിന് എതിരാണോ? ഇതിനെ സംബന്ധിച്ച് നമ്മളെന്തായാലും ഒരു സത്യാന്വേഷികൾ എന്നുള്ള നിലയിൽ നമ്മൾ സത്യം അന്വേഷിക്കുന്നവരല്ലേ. നമ്മൾ ഇന്നുവരെ മനസ്സിലാക്കാത്ത ഒരു സത്യമാണെങ്കിൽ ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ് കർത്താവിന്റെ ദാസനിലൂടെ ചോദിച്ചത്. ഞങ്ങളുടെ മാന്യ സ്നേഹിതർക്ക് ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വെളിപ്പാടുകൾ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ദൈവവചന സത്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക, മനസ്സിലാക്കി തരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണല്ലോ JCNDSD എന്ന ഈ ഗ്രൂപ്പ് ആരംഭം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചോദിച്ച ചോദ്യം, ഇവിടെ ഒരു സഹോദരൻ സംസാരിച്ച വീഡിയോയിൽ സംസാരിച്ച സഹോദരൻ പറഞ്ഞ വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതുവരെ തൃപ്പക്കാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം യേശുക്രിസ്തുവിലുള്ള ഒരുവൻ ക്രിസ്തുവിലായി തീർന്നാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ യേശുക്രിസ്തു നമ്മളിലേക്ക് വന്ന് നമ്മൾ യേശുക്രിസ്തു ആയി തീരും എന്നുള്ള ഒരു രീതി അദ്ദേഹം ഇവിടെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പല ആശയങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിൽ ഇരിക്കുന്ന പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മടി എന്നുള്ളത് അത് ബോസമാണ്, അത് മാറാണ്, മടിയല്ല, ദൈവത്തിന് മടിയില്ല, ദൈവം ആത്മാവാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതെല്ലാം അവന്റെ തേജസ്സാണ് കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതും വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അതും ഒരു വിഡ്ഢിത്തം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കാൻ നമ്മുടെ മാനുഷിക ശരീരത്തിന് അതിനുള്ള ശക്തിയില്ല. അപ്പൊ ദൈവത്തെ കണ്ടിട്ടുള്ളത് തേജസ്സല്ല കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, ദൈവദാസന്മാര് യെശയ്യാവ് ഒരു ദർശനം കാണുകയാണ്, ഒരു സ്വപ്നം പോലെ. സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയൊക്കെ ദൈവത്തെ ഗ്രഹിപ്പിച്ചു എന്നുള്ളതല്ലാതെ ദൈവത്തിന്റെ തേജസ് കണ്ടു എന്ന് പറയുമ്പോൾ അത് തന്നെ ദൈവജനത്തിന് വിരുദ്ധമാണ്. അപ്പൊ അദ്ദേഹത്തിലൂടെ ഭരിക്കുന്ന ആത്മാവ് യഥാർത്ഥത്തിൽ ഒരു പുതിയ ഒരു ആശയം ആയിട്ട് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ചിലരെ തങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഉള്ള ഒരു സാത്താനിക തന്ത്രം എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആൾക്കാരെ കൂട്ടുകയല്ല, സ്വർഗത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ, അങ്ങനെ ചെയ്യുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം?
ഒന്നാമത് ദൈവസഭയുടെ അംഗമാകണം. ദൈവസഭ എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം അദ്ദേഹം മാനസാന്തരപ്പെട്ട് പാവങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട്, അല്ലാതെ കുസ്തന്തോസിന്റെ തൃത്വോപദേശവും ത്രിയേകോപദേശവും അല്ല, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയെ ജയിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ദൈവജനത്തിന്റെ വ്യവസ്ഥ. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം ആൾക്കാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നരകത്തിലേക്ക് തന്നെയാണ്. യഥാർത്ഥ ദൈവസഭയിലേക്ക് പ്രവേശിക്കാതെ കർത്താവുമായിട്ടുള്ള യഥാർത്ഥ വചനത്തിന്റെ അടിസ്ഥാനമില്ലാതെ ആർക്കും ഒരുവരെയും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അവനിൽ ആത്മാവ് വേണം, സത്യത്തിന്റെ ആത്മാവ് വരണം. സത്യത്തിന്റെ ആത്മാവ് വന്നെങ്കിലേ സകല സത്യത്തിലും വഴി നടത്തുകയുള്ളൂ. സത്യത്തിന്റെ ആത്മാവ് ഒരുവനിൽ വരണമെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ടവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവനുമായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവന എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അത് പരസ്പരം ദൈവവചനത്തിന് വിരുദ്ധമാണ്. അതൊരിക്കലും സാധാരണ ഒരു ദൈവ പൈതലിന് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമാണ് പാസ്റ്റർ ഉത്തരം. അദ്ദേഹം പറഞ്ഞതുപോലെ തേജോമയനായ ദൈവത്തെ മനുഷ്യന് ആർക്കെങ്കിലും ദൈവത്തിന്റെ തേജസ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വീണു പോകുന്നതിന് മുമ്പ് ആദാമിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ആദാം ദൈവത്തിന്റെ തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ടു നമ്മൾ വായിക്കുന്നു. പിന്നീട് ഇങ്ങോട്ടൊരു മനുഷ്യനും ദൈവത്തിന്റെ തേജസ് കാണാൻ കഴിഞ്ഞിട്ടില്ല. മോശയ്ക്ക് പോലും അപ്രകാരം ആവശ്യപ്പെട്ടപ്പോ നീ മരിച്ചു പോകുന്ന പറഞ്ഞു. അപ്പോ ഇവിടെ അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കിയാൽ ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ മനുഷ്യൻ കണ്ടിട്ടുണ്ട്. മോശ കണ്ടിട്ടുണ്ട്, അബ്രഹാം കണ്ടിട്ടുണ്ട്, അങ്ങനെ പലരും ദൈവത്തിന്റെ പ്രത്യക്ഷത കണ്ടിട്ടുണ്ട്, പക്ഷെ ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്ന വിധത്തിൽ ഇതൊരു വളരെ വ്യക്തമായ ഒരു ദുരുപദേശത്തിലേക്കാണ് ഈ മനുഷ്യൻ അദ്ദേഹത്തെ ഈ വീഡിയോ കാണുന്നവരെ നടത്തിക്കൊണ്ടു പോകുന്നത്. നമുക്കറിയാം, ഏതൊരു ദുരുപദേശത്തിലേക്കും ആളുകളെ ചേർക്കാൻ പിശാച് തയ്യാറാണ്. കാരണം പിശാചിന്റെ ആവശ്യം എന്താണ്? സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് ആരും വരരുത്. 100 കണക്കിന് വിപരീത ഉപദേശങ്ങളുടെ ബ്ലോക്കിൽ ആളുകൾ പോയി നിന്നാലും പിശാചിന് യാതൊരു പ്രയാസവും ഇല്ല. കാരണം അവൻ സത്യത്തിലേക്ക് വരരുതെന്ന് മാത്രമാണ് പിശാച് ആഗ്രഹിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സിലായത്, അദ്ദേഹം ആദ്യം പറഞ്ഞത് ക്രിസ്തുവിൽ ലൂടെ ക്രിസ്തു നമ്മിൽ വെളിപ്പെട്ട് നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുമെന്നല്ല. കുറച്ചുകൂടി റോങ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ആ ദൈവം നമ്മിലാണ്, എന്താ പറയാ, നമ്മിലൂടെ ലോകത്ത് വെളിപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഉപദേശം പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പാപത്താൽ അല്ലെങ്കിൽ പാപമുള്ള ശരീരത്തോടുകൂടി നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ആത്മാവ് മാത്രമാണ് വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. പ്രാണൻ പോലും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ ഈ ശരീരത്തിൽ ദൈവം വെളിപ്പെടും എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭോഷ്കും ദൈവവചന നിഷേധവുമാണ്. അപ്പൊ ഞാനത് അവിടെ വിട്ടിട്ട് എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ബ്രദർ വിൽസനോടാണ് എൻ്റെ ചോദ്യം. അപ്പൊ അദ്ദേഹം പറയുന്നത് മലയാളം ബൈബിളില് ഏകജാതനായ പുത്രനത്രേ കർത്താവ് എന്താണ് ദൈവത്തിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രനത്രേ അവനെ വെളിപ്പെടുത്തിയെന്ന് യോഹന്നാൻ 1:18 നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മടി എന്നല്ല, അല്ല ബോസം എന്ന് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ ട്രിനിറ്റിക്കാരുടെ വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ല ഒരുവിധം പ്രായമുള്ള ഒരു അപ്പച്ചന്റെ മടിയിൽ ഒരു മോൻ ഇരിക്കുന്നതായിട്ടാണ് ട്രിനിറ്റിയിൽ പുത്രൻ മടിയിൽ ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ മാറിയിട്ട് അപ്പൻ കിടക്കുന്ന അപ്പന്റെ നെഞ്ചത്തിരിക്കുന്ന മകനായിട്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ട്രാൻസ്ലേഷൻ ഉള്ളത് POC ബൈബിളിലാണ്. അവിടെ പറയുന്ന പിതാവുമായി ഗാഢബന്ധം പുലർത്തുക. അപ്പൊ ഹാവിങ് ദ ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ എന്ന് പറയുന്നത്. അപ്പം ഇത് മടിയല്ല, മാർവിടോ അല്ല. അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതിന്റെ ശരിയായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് ഏക ദൈവമായിട്ട് ഗാഢമായ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് ആരാണ്? ദൈവം വെളിപ്പെട്ട പുത്രനാണ്. ഈ ദൈവത്തിന്റെ വെളിപ്പാടായ പുത്രൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യക്ഷതയായ പുത്രൻ എന്നുള്ള തലത്തിൽ നിന്നും ഇദ്ദേഹം സംസാരിച്ചു വരുന്ന ആ കാര്യം പിതാവിന്റെ മാർവിടത്തിൽ ഇരിക്കുന്ന പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്.
എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ലൂക്കോസിലും മത്തായി 13 ആണെന്ന് തോന്നുന്നു പറയുന്നത്, പിതാവ് ആരെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നവനും മാത്രമേ പുത്രനെയും അറിയുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഈ വെളിപ്പാട് അന്വേഷിക്കാതെ, കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ വായിച്ച് സ്വതന്ത്ര മനസ്സോടെ ഒന്നും കൂട്ടാനും കുറയ്ക്കാനും ഇതിനകത്ത് എന്തെങ്കിലും ഡോക്ടറിൻ ഉണ്ടാക്കാനും ശ്രമിക്കാതെ സ്വന്തമായിട്ട് ദൈവത്തിൽ താഴ്ന്നിരുന്ന് ദൈവം ആരെന്ന്, ബൈബിൾ പറയുന്ന ദൈവം ആരെന്ന് അന്വേഷിക്കുന്ന, പഠിക്കാനൊന്നും ശ്രമിക്കേണ്ട, ദൈവത്തെ പഠിക്കാനൊന്നും ആർക്കും കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷിക്കാൻ കഴിയുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം നോക്കുന്ന പറഞ്ഞെ. അപ്പം അങ്ങനെ ഒരു കാര്യം ഉള്ളപ്പോ ഈ ഇദ്ദേഹത്തിന്റെ ഈ ആശയവുമായി ബന്ധപ്പെട്ട് എന്താണ് ബ്രദറിന് പറയാനുള്ളത്? ഞാൻ ഈ ഒരു വീഡിയോ ഇദ്ദേഹത്തിന്റെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളും പിന്നെ ഉത്തരമായിട്ടും ഞാൻ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് കാണുന്നത് ഭൂരിപക്ഷം ഇന്ന് ഈ ക്രിസ്തീയ ഗോളത്തില് എപ്പിസ്കോപ്പൽ സഭയുടെ ആ ഒരു ഉപദേശമായ തൃത്വം, അതിൽ ദൈവത്തിന്റെ ആളത്വത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആളത്വത്തിൽ ദൈവം 3 വ്യക്തികളാകുന്നുവെന്നും ആ 3 വ്യക്തികളുടെ ഒരുമിച്ച് ചേരുമ്പോഴുള്ള സാരാംശം ആയ ദൈവമാണ് അവരുടെ ത്രിയേക ദൈവം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു എന്താണ് പറയുന്നത്, ഗോഡ് ഹെഡിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ആണ് അവർ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം എങ്ങനെ ഇരിക്കുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ദൈവത്തിൽ 3 വ്യക്തികളാണ്. ഈ 3 വ്യക്തികളും ദൈവം തന്നെയാണ്. അവർ 3 പേരോട് ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവം ആകുന്നതെന്ന് ആ ആളത്വത്തെ പറ്റിയാ പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം അതിനെ വേറൊരു ട്വിസ്റ്റ് കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമാൻഡ്മെന്റ് ആയ ഏകദൈവം. അപ്പൊ ഒരു ദൈവമേ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയുന്നതും അത് തന്നെയാണ്, ഒരു ദൈവം തന്നെ ഉള്ളത്. പക്ഷെ ആ ഒരു ദൈവം എങ്ങനെയാണ്? ദൈവം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. നമ്മൾ പറയുന്നത് ഒരേ ദൈവം, ഒരു ആത്മാവ്. 1 കൊരിന്ത്യർ 12 പറയുമ്പോൾ ഒരു ആത്മാവിന്റെ പല പ്രവർത്തനത്തിൽ ഒരു പ്രവർത്തനമാണ് ക്രിസ്തു എന്ന് പറയുന്നു. ആ ക്രിസ്തു തന്നെയാണ് ശരീരം. ആ ഒരു ശരീരത്തിൽ നിന്നും പല അവയവങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പല വരങ്ങളാലുള്ള അവയവങ്ങൾ. അപ്പൊ ആ അവയവങ്ങളിൽ കൂടിയാണ് ദൈവം ഈ ലോകത്തിൽ നടന്ന സകല പ്രവർത്തനവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ റെവലേഷൻ 5 കാണുമ്പോൾ ക്രിസ്തുവിലുള്ള 5 കൊമ്പും 5 7 കൊമ്പുകളും 7 കണ്ണുകളും എന്താണ്? ദൈവത്തിന്റെ 7 ആത്മാക്കൾ. ഈ ലോകത്തിൽ കടന്നുപോയ ദൈവത്തിന്റെ 7 ആത്മാക്കൾ, അത് ദൈവത്തിന്റെ സകല പ്രവർത്തികളും ഈ ലോകത്തിൽ ചെയ്ത 7 ആത്മാക്കളെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഈ ആത്മാക്കളൊക്കെ എവിടെയാണ്? ഇതെല്ലാം ക്രിസ്തുവിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇവര് പക്ഷേ ഇതിനെ വേറൊരു ട്വിസ്റ്റ് കൊടുക്കുന്നു. അപ്പം ഇദ്ദേഹം ഈ പാസ്റ്റർ ഷാജി പറയുന്നത് ദൈവം ത്രിയേകനല്ല, ഏകൻ തന്നെയാണ്. പക്ഷേ ദൈവത്തിനൊരു ത്രിയേക പ്രവർത്തനമുണ്ട്. അപ്പൊ ഇത് വേറൊരു ട്വിസ്റ്റിൽ കൂടെ അതിനെ ത്രിയേകം അവിടെ കയറ്റുകയും എന്നാൽ ദൈവത്തിനെ ഏകനാക്കി മാറ്റുകയും ചെയ്യുന്ന വേറൊരു ഉപദേശം, ദുരുപദേശം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. പിന്നെ പാസ്റ്റർ ചോദിച്ച ചോദ്യത്തിന്റെ ആ ഒരു കാര്യം നമ്മൾ പറയുന്നു, the son who is in the bosom has revealed him. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ വചനം ദൈവമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ദൈവത്തിന്റെ ആത്മാവിൽ നിന്നും പുറപ്പെട്ട ആത്മീയ വരം തന്നെയാണ് വചനം അല്ലെങ്കിൽ ക്രിസ്തു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരേ ആത്മാവിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരേ ആത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ആ ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ് ദൈവത്തിന്റെ സകല സൃഷ്ടിയുടെ പ്രവൃത്തി ചെയ്യുകയും രക്ഷയുടെ പ്രവൃത്തി ചെയ്യുകയും ദൈവത്തിന്റെ കൈ എന്ന് പഴയ നിയമത്തിൽ വിളിക്കപ്പെടുന്നത് വെച്ചാൽ ദൈവത്തിന്റെ കരങ്ങൾ എവിടൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട്, അവിടെ എല്ലാം വചനത്തിൽ കൂടെ ക്രിസ്തുവിൽ കൂടെയാണ് പ്രവർത്തിച്ചതെന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വായിച്ചു കാണുന്നു. അപ്പൊ എന്താണ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ നമ്മൾ മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ
നമ്മളിപ്പോ നമ്മുടെ മക്കളെ പറ്റിയോ ആരെങ്കിലും പറ്റിയോ എന്റെ ഹൃദയത്തിന് തൊട്ടടുത്ത ഒരു ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു മകൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇവര് ഇതിനെ കാണുന്നത് ബേസിക്കലി. പക്ഷെ നമുക്കറിയാം ദൈവത്തിന്റെ സകല പ്രവൃത്തിയും നടന്ന ഒരു ആത്മീയ വരമാണ് ക്രിസ്തു. ആ ആത്മീയ വരം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആ ആത്മാവ് എന്ന് വെച്ചാൽ ദൈവം തന്നെയാണ് എന്ന് പറയുന്നു. വചനം ദൈവമായിരുന്നു. അപ്പം ദൈവത്തിന്റെ വേറെ ഒരു ഭാഗമോ അല്ലെങ്കിൽ വേറെ ഒരു ഇതൊന്നും അല്ല, അത് ദൈവം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവിനോട് അടുത്തിട്ടുള്ള ഒരു ആത്മാവ് തന്നെയാണ്. ഒരേ ആത്മാവിന്റെ സകല പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം തീർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ ആത്മാവ് അത് ദൈവത്തിന്റെ തന്നെ ആത്മാവാണ്, ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനമാണ് എന്ന് പറയുന്നു. അപ്പൊ ഇതിനെ അവർ മാനുഷികമായ രൂപത്തിൽ കാണുകയും അതിനെ ഹൃദയത്തിൽ തൊട്ടടുത്താണെന്ന് ഇദ്ദേഹം പറയുന്നു. അത് ശരിയാണ്. ലിറ്ററലി അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന് തൊട്ടടുത്തുള്ള ഒരു പുത്രനാണ് എന്നാണ് അവിടെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ്. പക്ഷെ അതിന്റെ റിയൽ മീനിങ് അത് തന്നെയാണ്. ദൈവം ആത്മാവാണെങ്കിൽ ദൈവത്തിന് ഒരു ഫോമോ ഷേപ്പോ ഒന്നും ഇല്ല. പക്ഷെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ആത്മീയ വരമുണ്ട്, അതാണ് ക്രിസ്തു. ആ വരത്തെ തന്നെയാണ് യശാവ് കാണുകയും യെഹെസ്കേൽ കാണുകയും എല്ലാം മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ, സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ആ ഒരു വെളിപ്പാടാലാണ് പഴയ നിയമ പ്രവാചകന്മാര് കാണുകയും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു പൗലോസ് ആ ഒരു സ്വർഗീയ ദർശനം കാണുമ്പോൾ പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ കാണുമ്പോൾ പറയുന്നു, വയോധികനെ പോലെ വെളുത്ത പഞ്ഞിയുള്ള മുടിയുള്ളവൻ, കാഴ്ചയിൽ ഭയങ്കര വെളിച്ചമുള്ളവൻ, ഇതെല്ലാം പറയുന്നത് ആ സ്വർഗത്തിൽ ഇരിക്കുന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ് നമുക്ക് വെളിപ്പാടുകളെല്ലാം നൽകിയിട്ടുള്ളതും നമ്മുടെ ദൈവത്തിന്റെ സകല പ്രവർത്തികളും ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് വചനത്തിൽ കണ്ടാൽ അറിയാം. പക്ഷെ ഇതിനെ അവർ ത്രിയേക പ്രവർത്തനമാക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനം എന്ന് പറയുമ്പോൾ ദൈവം ഏകനാണ്, ദൈവത്തിന് വേറെ ഒരു പ്രവൃത്തിയില്ല, ദൈവം ഒരേ ആത്മാവാൽ സകല പ്രവർത്തനവും ചെയ്യുന്നു എന്ന് ഉള്ള വചനം. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ബ്ലാസ്ഫമിയാണ് ഇദ്ദേഹം പറയുന്നത്. ആ ബ്ലാസ്ഫമിയിൽ കൂടെ മനുഷ്യനെ സാത്താനിലേക്ക് നയിക്കുവാനുള്ള വിദ്യയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ത്രിയേക പ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ അല്ലാതെ ദൈവത്തിന്റെ ഒരേ ആത്മാവിന്റെ പല പ്രവർത്തനമാണെന്ന് പറയുന്ന അപ്പൊ ആത്മാവിനെ പറ്റിയുള്ള ദുരുപദേശം അല്ലെങ്കിൽ ബ്ലാസ്ഫമിയാണ് ഇദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഇദ്ദേഹവും രക്ഷിക്കപ്പെടുവാൻ പോകുന്നില്ല, ഇദ്ദേഹത്തിന്റെ കൂടെ വരുന്നവരാരും രക്ഷിക്കപ്പെടുവാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന ദുരുപദേശം പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വേറൊരു രീതിയിലാണ് എന്ന് ആണ് പറയുന്നത്. വചനത്തിന് വിരുദ്ധമായി, അത് ആത്മാവിന്റെ വെളിപ്പാടിന്റെ വിരുദ്ധമായി അപ്പോസ്തോലിക വിശ്വാസത്താൽ വെളിപ്പെട്ട ലേഖനങ്ങളാൽ നമുക്ക് വെളിപ്പെട്ട ആ ഒരു വെളിപ്പാടിന് വിപരീതമായി തന്നെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. അത് ആൻസർ ആയെന്ന് തോന്നുന്നു. താങ്ക് യു. യെസ്, വളരെ ക്ലിയർ ആണ്. മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് യേശു പറഞ്ഞതുപോലെ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. നമുക്കറിയാം ഇവിടെ കർത്താവിനെ കുറിച്ച് യേശു തന്നെ അപ്പോസ്തലന്മാര് പറഞ്ഞത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന്. അപ്പം അദൃശ്യനും ആത്മാവുമായ ദൈവത്തിന്റെ വെളിപ്പാടാണ് ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ആ ദൈവത്തെ. എന്നാൽ ഇദ്ദേഹം ആ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് യഹോവ സാക്ഷികളൊക്കെ അവതരിപ്പിക്കുന്ന പോലെ കുറച്ചുകൂടി വീഡിയോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മരിച്ചവരെന്നുള്ള ആദിജാതൻ എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ അയാൾ വേറൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഒരു പുത്രൻ എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും ശരിയാണ്, ബൈബിൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതുമായിട്ടുള്ള റെവലേഷൻ അല്ല, വെളിപ്പാടല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. വെളിപ്പാടിലൂടെ അല്ല, പക്ഷെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയ ആശയമോ ഒരു പുതിയ മതസംഹിതയോ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി പ്ലാറ്റ്ഫോം ഒരുക്കുന്നവർ പോലും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഇത് കേൾക്കുന്ന അനേകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും
ഇത് ശരിയാണെന്ന് തോന്നിപ്പിച്ച് ഉള്ള വിശ്വാസം കൂടി കളഞ്ഞു കുളിക്കാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നവരുടെ പ്രവർത്തനം, അവർക്ക് അവരുടെ ഉദ്ദേശം വീഡിയോ സബ്സ്ക്രിപ്ഷൻ കൂട്ടുകയും മറ്റ് മോണിറ്ററി ബെനിഫിറ്റ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ സംസാരിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള പിശാചിന്റെ പ്രവൃത്തി എത്രമാത്രം ഭീകരമാണെന്ന് ഇവർ അറിയുന്നില്ല. കാരണം ഇതൊക്കെ സത്യത്തിൽ നിന്നും മനുഷ്യനെ ബഹുദൂരം പിന്നിലേക്ക് അല്ലെങ്കിൽ ദൂരത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉപദേശമാണ്. ഞാൻ വീണ്ടും ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം പാസ്റ്റർ ജോയ് ജോസഫിനോടാണ്. ഇപ്പോ ഇവിടെ അദ്ദേഹം പറയുന്ന ട്രിനിറ്റി എന്ന് പറയുന്നത് ബൈബിളിൽ ഇല്ല എന്നുള്ള സത്യം അയാൾ സമ്മതിക്കുന്നുണ്ട്, എല്ലാവരും സമ്മതിക്കുന്ന പോലെ. എന്നാൽ ട്രിനിറ്റി എന്ന് പറയുന്നത് ലിറ്ററൽ ആയിട്ടുള്ള ട്രിനിറ്റി അല്ല, പക്ഷെ ഇത് ലോ ഓഫ് എന്താ പറയുക സ്പിരിറ്റ് ആണ്, അല്ലെ ആത്മാവിന്റെ പ്രമാണമാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ബൈബിളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്, അതിന്റെ ഏറ്റവും ആ വാക്ക് ആപ്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് റോമറുടെ പുസ്തകത്തിലെ 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്. അവിടെ പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മെ പാപത്തിന്റെയും ശിക്ഷയുടെയും അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. അപ്പം ട്രിനിറ്റി അല്ല ലോ ഓഫ് എന്താ പറയുക സ്പിരിറ്റ്. ലോ ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രമാണം ഒരു വ്യക്തിയിൽ വസിക്കുന്നതാണ്. ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പ്രമാണം വസിക്കണമെങ്കിൽ അവൻ ആദ്യമായി പാപമോചനം പ്രാപിച്ചിരിക്കണം, അവൻ ദൈവ പൈതലായി മാറണം. അപ്പോഴാണ് അവനിൽ ദൈവത്തിന്റെ പ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമം അവന്റെ ഉള്ളിലേക്ക് വരികയും ആ നിയമം അവനെ ശിക്ഷാവിധിയിൽ നിന്നും വിടുവിച്ചു എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഈ ആത്മാവിന്റെ പ്രമാണം, ലോ ഓഫ് സ്പിരിറ്റ്, അതിനെ സംബന്ധിച്ച് പാസ്റ്റർ ജോയ്ക്ക് എന്താണ് പറയാനുള്ളത്? പ്രൈസ് ലോർഡ്. ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ച ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണിത്. കർത്താവിന്റെ ദാസൻ വീണ്ടും ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് മറുപടി പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. ദൈവജനം പറയുന്നു, കർത്താവ് ഒരിക്കൽ പറഞ്ഞു, തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിപ്പാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ സത്യത്തിന്റെ ആത്മാവ് പ്രാപിക്കുക എന്നുള്ളതാണ് ആത്മാവിന്റെ പ്രമാണം ഉൾക്കൊള്ളാനുള്ള ഏകമാർഗം. അതിനുള്ള ബൈബിൾ പഠിപ്പിക്കുന്ന പുതിയ നിയമത്തിന്റെ അതിനുള്ള യഥാർത്ഥമായിട്ട് അത് അംഗീകരിക്കാനായിട്ട് ആത്മാവ് പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് മനസ്സാന്തരപ്പെട്ടവനും പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവനുമായിരിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നുള്ള അക്ഷരം പറഞ്ഞൊരുവനെ മുക്കിയാൽ അത് സ്നാനമാകുന്നില്ല. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല, അതൊരു വഞ്ചനയുടെ പ്രവൃത്തിയാണ്. ഇദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഈ ആത്മാവിന്റെ നിയമം അനുസരിക്കണമെങ്കിൽ ആത്മാവിനെ പ്രാപിക്കണം. ആത്മാവിനെ പ്രായോഗിപ്പിക്കാനുള്ള ഏക മാർഗം ഒന്ന് മാനസാന്തരപ്പെടുക, രണ്ടാമത് പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് കഴിയുമ്പോഴാണ് ഈ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ നമ്മളെ ആത്മാവിന്റെ പ്രമാണം വന്നു കഴിഞ്ഞാൽ, ആത്മാവിന്റെ നിയമം വന്നു കഴിഞ്ഞാൽ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്താതെ അത് എന്ന് പറഞ്ഞ അടിസ്ഥാനം തെറ്റിയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി ഉള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാത്താനിക പ്രമാണമാണ് താൻ പറഞ്ഞത്. കാരണം അടിസ്ഥാനം തെറ്റി, അടിസ്ഥാനം മറിച്ചിട്ട് വേറെ ഒരു അടിസ്ഥാനം അതിന്മേൽ പണിയാൻ വേണ്ടി വൃഥാ പരിശ്രമം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പ്രാപിക്കണം. ഒന്നാമത് ആത്മാവിനെ പ്രാപിക്കാൻ ഏക മാർഗമേ ഉള്ളൂ, മാനസാന്തരവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനവും. അങ്ങനെ സ്നാനപ്പെട്ടാൽ എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മ പ്രാപിക്കാൻ ഉള്ള മാർഗം മാറ്റിവെച്ചിട്ട് അതിനെക്കുറിച്ച് തൊടാതെ അതിനെ എവിടെങ്കിലും എടുത്ത് മാറ്റിയതിനു ശേഷം ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ആത്മാവിന്റെ പ്രമാണമാകുന്നില്ല. ഇന്ന് പെന്തക്കോസ്തുകാരെല്ലാം യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ് വെറുതെ കുറച്ച് അധര ചർവണം നടത്തുന്നു എന്നുള്ളതല്ലാതെ യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രായോഗികത്തിൽ വന്ന് ആ യേശുവിന്റെ രക്തത്തിന് എന്താണ് ഉദ്ദേശം, ആ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായി തീരണമെങ്കിൽ എങ്ങനെയാണ് ആ പാപമോചനം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് പഠിക്കുന്നില്ല. അതുകൊണ്ട് അടിസ്ഥാനം മാറ്റിവെച്ചുള്ള ഇങ്ങനെയുള്ള ഈ ഉപദേശങ്ങളെല്ലാം ഒടുവിൽ ഒരു വലിയ ദുരന്തത്തിലേക്ക്
നരകത്തിലേക്ക്, അതുപോലെ സാത്താനിക കരങ്ങളിലേക്ക് ചെന്ന് വീഴ്ത്താൻ വേണ്ടിയുള്ള സാത്താന്റെ വലിയൊരു തന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിന്റെ പ്രമാണം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിക്കുക എന്നാണ്. ആത്മാവിനെ അനുസരിക്കണമെങ്കിൽ ആത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മളിൽ ആത്മാവ് വസിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ട പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരിക്കണം. അത് ആ ഷാജി എന്ന് പറയുന്ന ആ സഹോദരൻ ആദ്യമായി അതനുസരിക്കട്ടെ, എന്നിട്ട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ. വളരെ വ്യക്തമാണ് പാസ്റ്റർ ഉത്തരം. നമ്മൾ മനസ്സിലാക്കുന്നത് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പോലും നമ്മൾ യോഹന്നാൻ 16 വായിക്കുന്നുണ്ട്. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന പാപമോചനത്തിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി മാനസാന്തരവും യേശുക്രിസ്തു നാമത്തിലുള്ള പാപമോചന സ്നാനവുമാണ് എന്ന് ബൈബിൾ വ്യക്തവും വളരെ സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും ഒരാളുടെയും ഒരു സഹായം കൂടാതെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളപ്പോൾ ഈ സത്യത്തെയൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിനകത്ത് പുതിയ സത്യങ്ങളെ ഉണ്ടാക്കി ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ഇത് ദൈവം ഒരു പുതിയ വെളിപ്പാടായിട്ട് തനിക്ക് മാത്രം നൽകിയിരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പ്രസംഗിച്ച് ജനത്തെ ഇരുട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ധാരാളം ആളുകൾ എഴുന്നേൽക്കുമെന്നുള്ള ബൈബിൾ പ്രവചനത്തിന്റെ നിവൃത്തിയാകുന്നതിന്റെ ഒരു വ്യക്തി കൂടി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇത്തരം ഉപദേശങ്ങളൊക്കെ നൂറുകണക്കിനായ ആളുകൾ പുതിയ പുതിയ വെളിപ്പാടുകളുമായിട്ട് വരും. ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട്, ഏതെങ്കിലും ഒരു ആശയം എടുത്തുകൊണ്ട് വന്നിട്ട് ആ ആശയത്തെ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ബൈബിളിന്റെ മൊത്തത്തിലുള്ള സത്യത്തെ അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ ത്രെഡിനെ, ദൈവത്തിന്റെ ഏകത്വത്തെ പൂർണ്ണമായും മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ ശക്തിയും ബലവും മഹത്വവും മനുഷ്യന് അനുഭവവേദ്യമാക്കി തീർക്കുവാൻ ദൈവം വെളിപ്പെട്ട ക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായിട്ടും ദാസനായിട്ടും അല്ലെങ്കിൽ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു പാത്രം മാത്രമായിട്ടും മനുഷ്യരിൽ ഉള്ളതുപോലെ ദേഹി ആത്മാവെന്ന് 3 ഘടകം ഉള്ളത് കൊണ്ട് അവൻ ത്രിയേകനാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ധാരാളം ഉപദേശങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം ഉപദേശങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഉപദേശം. ഇന്ന് നമ്മൾ കേട്ടപ്പോൾ ഇത് 3ാമത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞു. ഇതിനു മുമ്പിലുള്ള വീഡിയോകളിലൊക്കെ അയാൾ പറഞ്ഞു വെച്ചത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ സാജു ബ്രദറിനെ പോലുള്ള ആളുകൾ മൊബൈലുമായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ധാരാളം ദുരുപദേശക്കാരെ അവർ കണ്ടുപിടിച്ചെടുക്കും. കാരണം അവരുടെ എല്ലാം ഉദ്ദേശം ഈ നല്ല സത്യ ഉപദേശം ഈ ആളുകളുടെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല, വിപരീതമായ കാര്യങ്ങളെ കൊണ്ടുവരിക. മനുഷ്യർ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളെ കാണിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും കോണിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരെ തിരഞ്ഞു ചെന്ന് അവരുടെ വീട്ടിൽ പോയി അവരോട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, അത് തൊടാതെ വിഴുങ്ങുക, എന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടി പ്രദർശിപ്പിക്കുക. ഇത് വളരെ തന്ത്രപൂർവ്വം ഇതിനെ ഉപയോഗിക്കുന്ന ഒരു സാത്താനിക ആത്മാവ് ഇവരുടെ എല്ലാം ഇടയിൽ ഒരുപോലെ വ്യാപരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ഘോരം സത്യം വിളിച്ചു പറയുമ്പോൾ ഈ സത്യത്തിലേക്ക് തിരിയാൻ ആളില്ല, പക്ഷെ അസത്യത്തിലേക്ക് പോകാനായിട്ട് ആളുകളുണ്ട്. അത് ഏതൊരു ഉപദേശം പരിശോധിച്ചാലും, അത് നമ്മൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറയിൽ പരിശോധിച്ചാലും ഹൈന്ദവ മാർഗത്തിലേക്ക് പരിശോധിച്ചാലും വിപരീതമായ ആശയങ്ങളെല്ലാം ഒരു ക്രോഡീകരിച്ച് നിൽക്കുന്നത് മതങ്ങൾ മാറുന്നുണ്ടെങ്കിലും സത്യത്തിൽ നിന്നാണ് ഇവരെല്ലാവരും മാറി നിൽക്കുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ പോലും അവര് ഇതര മതങ്ങളെക്കാൾ ദുരുപദേശങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇത്തരം വീഡിയോ വിശകലനങ്ങൾ നമുക്ക് വരുന്ന ആളുകളിൽ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു കാരണം മറുഭാഗത്ത് ഇത് എണ്ണം അറ്റ നിലയിൽ വർദ്ധിച്ചു വരികയാണ്. വേറെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നു, എങ്കിലും നമുക്ക് ഈ വീഡിയോയിൽ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർത്തിരിക്കാത്ത ഒരു വിഷയം അവിടെ പറഞ്ഞത്, ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു പ്രവചനത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ അത് വ്യക്തമായിട്ട് എന്റെ മനസ്സിൽ അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിന്റെ ഒരു ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല. നമുക്ക് സമയം ഇത്ര ആയതുകൊണ്ടും നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോകളെ ഇനിയും കൂടുതൽ പരിശോധിച്ച് വീഡിയോകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.
പ്രൈസ് ലോർഡ്. ചെറിയൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആക്ച്വലി ഈ എല്ലാ ഈ ദുരുപദേശക്കാർക്കും ഉള്ള ഒരു പ്രത്യേകത പുള്ളി പിന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. നമ്മൾ അവിടെ കണ്ട ഒരു ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ മെഷീൻ ഒരു ലോ ഉണ്ട്, ആ മെഷീൻ ഓടുന്ന ഒരു ലോ പ്രകാരമായിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പം ഈ ദൈവത്തെ എന്നെ ആരോട് സമനാക്കും എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ പ്രമാണം പോലും ഇവർക്ക് മനസ്സിലാകത്തില്ല എന്നുള്ളതാണ്. ദൈവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഒരു മെഷീനായിട്ടൊക്കെ, എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ കൈപ്പണിയായ ഒരു മെഷീനെ കൊണ്ട് ആണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. അപ്പം അത്രയ്ക്കുള്ള ഒരു എന്താ അങ്ങനത്തെ ഒരു ഒരു ആത്മീയ വിവേചനം മാത്രമേ അദ്ദേഹത്തിൽ ഉള്ളൂ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. പക്ഷേ എന്നാൽ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നത് ഇദ്ദേഹം പറയുന്ന ഏതാണ്ട് വലിയ സയൻസ് ആണെന്ന് തോന്നിപ്പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വിചാരിക്കുന്ന എന്താണ്, ഇദ്ദേഹം പറയുന്ന കാര്യത്തിനകത്ത് സയൻസ് ഉണ്ട്, ഈ സയൻസിന്റെ പോലെ ഒരു ലോയാണ് ദൈവത്തിന്റെ ലോ എന്ന് ഉള്ള കാര്യം അവര് ചിലപ്പം മിസ്റ്റേക്ക് ചെയ്യും. പക്ഷേ ദൈവമാണ് ഈ സകല ലോകത്തെയും സൃഷ്ടിച്ചതെന്നും ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ലോസിനെയും ഗവൺ ചെയ്യുന്നത് ആരാണ്, ഈ ശക്തിയായ ദൈവമാണെന്നുള്ള കാര്യം ഇവർ മറന്നു പോകുന്നത്. അപ്പം ദൈവത്തിന്റെ ആ ലോയെ ഒരിക്കലും നമുക്ക് ഭൂമിയിലുള്ള ചില മെഷീന്റെയോ അല്ലെങ്കിൽ ചില നമ്മൾ പ്രകൃതി കാണുന്ന സയന്റിഫിക് അതിനകത്തുള്ള ലോസിനെ കൊണ്ടോ ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്നാൽ പറയുന്നു ദൈവത്തിന് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സകല സൃഷ്ടിയെയും സകല ജീവജാലങ്ങളെ കാണുമ്പോൾ നമുക്കറിയാം ദൈവം ഇതിന്റെ പുറകിൽ ഉണ്ടാക്കുന്ന ഒരു വലിയവനായ ഈ ലോസിനെ ഒക്കെ എല്ലാം അറിയാവുന്നതും ഈ ലോസിനെ എല്ലാം ഗവൺ ചെയ്യാനും ശക്തിയുള്ള ഒരു ദൈവമാണ് ഈ സകലത്തിനെയും സൃഷ്ടിച്ചതെന്നറിയാം. പക്ഷെ അങ്ങനത്തെ ഒരു ലോ ആണ് ദൈവികത്വത്തിനകത്ത് ഉള്ളതെന്നും പറയുന്ന വെറും ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ചില വെളിപ്പാടുകൾ കൊണ്ട് നമുക്കറിയാൻ പറ്റും ദൈവം ആത്മാവാണെന്നും ദൈവത്തിന്റെ പ്രവർത്തനം എല്ലാം ആത്മീയ ആ ഒരു വരങ്ങളാലാണെന്നും ദൈവം തന്റെ സൃഷ്ടിയെ എല്ലാ പ്രവർത്തിക്കും വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ മനുഷ്യനെയും ഉപയോഗിക്കുന്നതെന്നും രക്ഷിക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം അവര് മനുഷ്യനായ യേശു ക്രിസ്തുവിനോട് അനുരൂപമാകുവോളം അവര് ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നടക്കുകയും അതിനെ അനുസരിച്ച് നടക്കുകയും എന്ന് പറയുമ്പോൾ അവര് എവിടെയാണ് ഈ ക്രിസ്തുവിനെ പോലെ ദേവന്മാരാക്കി മാറ്റുന്ന ഒരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. നിങ്ങൾ ദേവന്മാരാന്ന് പറയുന്നത് നിങ്ങളിലെല്ലാം ആത്മീയ ഒരു ശക്തി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ആർ ഗോഡ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മളിലുള്ള ആത്മീയ പ്രവർത്തനമാണ് ഈ ഗോഡ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആത്മീയ ഒരു വരം എല്ലാവരിലും ഉണ്ട്. അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള വരമായിരിക്കാം, എന്ന് വെച്ചാൽ സാധാന്യ വരമായിരിക്കാം, അല്ലെങ്കിൽ ദൈവിക വരമായിരിക്കാം. ദൈവിക വരമുള്ളവര് ദൈവത്തെ അനുസരിച്ച് നടക്കുന്നു. അവരവരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവര് ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പ്രവൃത്തി ദൈവത്തിന്റെ അനുസരണത്തിൽ ചെയ്തു തീർക്കുന്നോട് അനുസരണത്തിൽ മനുഷ്യപുത്രനായി ഈ ലോകത്തിൽ കടന്നു വന്ന ഈ മനുഷ്യനായ ക്രിസ്തുവിനോട് ആ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുമെന്ന, അല്ലാതെ ദൈവത്വത്തിലേക്ക് കടന്നു പോകുന്നു എന്നല്ല പറയുന്നത് ബേസിക്കലി. അപ്പൊ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ട് വളരെ കൺഫ്യൂഷനാക്കി മനുഷ്യനെ ആ ഒരു വേറൊരു രീതിയിലേക്ക് കടന്നു കൊണ്ടുപോവുകയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു യഹോവ സാക്ഷിയുടെ ഒരു മിക്സ് കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതിനകത്തും. അപ്പൊ അതും നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ദുരുപദേശങ്ങളെല്ലാം എടുത്തിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക. പിന്നെ സാത്താനെ സംബന്ധിച്ചോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ കൂടെ ഷാജിയിൽ കൂടെ തീർക്കാവുന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ശരിയാണ്, എത്രയോ പാവപ്പെട്ടവരാണ് ഇതിനകത്ത് വീണു പോകുന്നത്. പിന്നെ ഈ ബ്രദർ സാജുവിന്റെ മാതിരിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനെ എടുത്ത് കുറെ കൂടെ കാണിച്ച് അവരുടെ ഒരു വീഡിയോ ഓടാൻ വേണ്ടി ഇതിനെ കാണിക്കുന്നു. അപ്പൊ നമ്മൾ കാണുന്നത്, നമ്മളെ സംബന്ധിച്ചോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേൾക്കുന്നവരോട് പറയാനുള്ളത് എപ്പോഴും അപ്പോസ്തോലിക ഒരു വിശ്വാസത്തോടും അപ്പോസ്തോലന്മാര് വെളിപ്പെടുത്തിയ ആ ഒരു സത്യത്തോടും മാറി ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അതിനെ
അറിയുവാൻ ദൈവം കൃപ നൽകട്ടെ. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. വചനത്തിൽ നിന്നും നിങ്ങൾ എടുക്കുക. ആരെങ്കിലും വചനത്തിന് വിപരീതമായി സംസാരിക്കുന്നെങ്കിൽ അവരെ കേൾക്കാതിരിക്കുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് ഈ വീഡിയോ തൽക്കാലം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ദൈവത്തെയും ദൈവവചനത്തെയും ഏറ്റവും അധികം മനുഷ്യരുടെ ഒരു ദൂഷണമാക്കി മാറ്റിയിട്ടുള്ളത് ഉപദേഷ്ടാക്കന്മാരാണ്. മനുഷ്യൻ ഇതിനകത്ത് സ്വന്തം വിവേക ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ പോലെ 100 ഉപദേഷ്ടാക്കന്മാർ ഇതിനിടയിൽ എഴുന്നേറ്റത്. ഒരു പ്രിജുഡീസ് കൂടാതെ, ഒരു മുൻവിധി കൂടാതെ ബൈബിൾ നിങ്ങൾ പ്ലെയിൻ ആയിട്ട് ദൈവത്തോട് ചോദിച്ച്, കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളൊരു മുൻവിധി കൂടാതെ ഈ ബൈബിൾ വായിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ദുരുപദേശത്തെയും തിരിച്ചറിയാൻ കഴിയും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ബൈബിൾ നമുക്ക് പൂർണ്ണമായും എഴുതി നൽകുവാൻ ദൈവം നിയോഗിച്ചത് പുതിയ നിയമ എഴുത്തുകാരായ അപ്പോസ്തലന്മാരിലൂടെയാണ്. പഴയ നിയമം ഈ കർത്താവിന് മുമ്പ് തന്നെ ആസച്ച് പൂർണ്ണമാക്കപ്പെട്ടിരുന്നു. പുതിയ നിയമത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന 100 കണക്കിന് ദുരുപദേശങ്ങൾ സംസ്ഥാപിതമായിട്ടുള്ളത്. അത് മനുഷ്യൻ തിരുവെഴുത്തുകൾക്ക് വ്യക്തിപരമായ ആശയങ്ങളും ഐഡിയോളജിയും അതിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചത് മൂലമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഞങ്ങൾ പറയുന്നതും മനുഷ്യരെ എല്ലാവരും പറയുന്ന ഉപദേശങ്ങളും നിങ്ങൾ പരിശോധിക്കുക. ഏതാണ് ബൈബിളുമായിട്ട് ചേർന്ന് പോകുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട്, ബൈബിളാണ് സത്യം, ആ സത്യത്തിനോടൊപ്പം നിൽക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീഡിയോകൾ തുടർന്നും കണ്ടും അതിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഈ മിഷനെ സഹായിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.